നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളം അക്ഷരമാലയിലെ സ്വരാക്ഷരങ്ങളും അവയുടെ ചിഹ്നങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മലയാളം അക്ഷരമാലയിലെ സ്വരങ്ങൾ ആദ്യം നോക്കാം. സ്വരങ്ങളാണ് ആ, ആ, ഇ, ഈ, ഉ, ഊ, ഗൃ, എ, ഐ, ഒ, ഓ, ഔ, അം, ആ. ഇതാണ് മലയാളം അക്ഷരമാലയിലെ സ്വരാക്ഷരങ്ങൾ. ഇനി ഓരോ സ്വരാക്ഷരത്തിനും ചിഹ്നങ്ങളുണ്ട്. ആദ്യത്തെ സ്വരാക്ഷരമായിട്ടുള്ള ആ എന്ന സ്വരാക്ഷരത്തിന് മാത്രം ചിഹ്നമില്ല. ബാക്കി എല്ലാത്തിൻ്റെയും ചിഹ്നം പറയാം. ആ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഈ ദീർഘ. ഇ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ് വള്ളി. ഈ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ് കെട്ടുവള്ളി. ഉ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇത്. ഊ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇത്. ഗൃ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇത്. എ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇത്. എ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇത്. ഐ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇത്. ഒ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇത്. ഓ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇത്. ഔ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇത്. അം എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇത്. അ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇത്. ഇനി നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. എക്സാമ്പിളായിട്ട് ക എന്ന അക്ഷരം എടുത്തു. ക എന്ന അക്ഷരത്തിൻ്റെ കൂടെ ആ കൂട്ടുമ്പോൾ എന്താണ് വായിക്കാൻ നോക്കാം. ക പ്ലസ് ഈ ആ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമായിട്ട് ഈ ചിഹ്നം നമ്മൾ എടുക്കുന്നു. ഈ ദീർഘ കിട്ടും. അപ്പം എന്താ വായിക്കാം? കാ വെച്ചിട്ടൊരു വാക്കാണ് കാട്. കാട്. ഇനി ക എന്ന അക്ഷരത്തിന്റെ കൂടെ ഈ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം ഈ ചിഹ്നത്തിന് ഇടുമ്പോൾ എന്താ വായിക്കാം? കി. കി എന്ന അക്ഷരത്തിന്റെ അക്ഷരം വരുന്നൊരു വാക്ക് ഏതാ? കിളി. കിളി. ഇനി വീണ്ടും ക എന്ന അക്ഷരത്തിന്റെ കൂടെ ഈ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം ഈ ചിഹ്നത്തിനിടുമ്പോൾ എന്താ വായിക്കുക? കീ. കീ വെച്ചിട്ടൊരു വാക്കാണ് കീരി. കീരി. ഇനി ഇതുപോലെ ബാക്കിയുള്ളത് നോക്കാം. ക എന്ന അക്ഷരത്തിന്റെ കൂടെ ഉ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം കൂടുമ്പോൾ കു. കു വെച്ചിട്ട് കുട. ഇനി ക എന്ന അക്ഷരത്തിന്റെ കൂടെ ഉ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം കൂടുമ്പോൾ കൂ. കൂ വെച്ചിട്ട് കൂട്. ഇനി ക എന്ന അക്ഷരത്തിന്റെ കൂടെ ഗൃ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം കൂടുമ്പോൾ കൃ വെച്ചിട്ടൊരു വാക്ക് കൃഷി. കൃഷി. അടുത്തത് ക എന്ന അക്ഷരത്തിന്റെ കൂടെ എ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം കൂടുമ്പോൾ ഇത് മുമ്പിലേക്കാണ് ഇടേണ്ടത്. കായിന്റെ മുമ്പില് കെ എന്നായി. കെ വെച്ചിട്ടൊരു വാക്ക് കെണി. അടുത്തത് ക എന്ന അക്ഷരത്തിന്റെ കൂടെ എ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം ഈ ചിഹ്നം കൂടുമ്പോൾ ഇതിനെയും കായിന്റെ മുമ്പിലിടണം. ക. കെ കെണി. ഇത് കേ. ഇത് കെ. ഇത് കേ. കെ വെച്ചിട്ടൊരു വാക്ക് കേരളം. ഇത് കെ. ഇത് കേ. കെണി കേരളം. അടുത്തത് ക എന്ന അക്ഷരത്തിന്റെ കൂടെ ഐ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം ഈ ചിഹ്നം കൂട്ടണം. അതും കായിന്റെ മുമ്പിലിടണം. അപ്പോ കൈ എന്നായി. കൈ. നമ്മുടെ കൈ.
അടുത്തത് കായന്റെ കൂടെ ഓ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം, അതായത് ഈ ചിഹ്നവും വരും, ഇതിന് നടുക്കില് കാന്ന് എഴുതണം. അപ്പോൾ കോ എന്ന ചിഹ്നമായി. കോ വെച്ചിട്ട് കൊടി, ഫ്ലാഗില് കൊടി. അടുത്തത് ക എന്ന അക്ഷരത്തിന്റെ കൂടെ ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് ഓ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം, അതായത് ഇങ്ങനെ എഴുതാം. മുമ്പിൽ ഒരെണ്ണം ഇട്ടു, പിന്നെ കാ എഴുതി, പിന്നെ ദീർഘിട്ടു. ഇപ്പൊ ഇത് കോ ആയി. ഇത് കോ ആയിരുന്നു, ഇത് കോ. കോ വെച്ചിട്ട് കോടാലി. ഓക്കെ, ഇത് കൊടി, ഇത് കോടാലി. കൊടി, കോടാലി. ഇതും കഴിഞ്ഞു. ഇനി അടുത്തത് ഓ. ക എന്ന അക്ഷരത്തിന്റെ കൂടെ ഔ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം. കല് കൗ. കൗ വെച്ചിട്ടൊരു വാക്ക് കൗതുകം. അടുത്തത് ക എന്ന അക്ഷരത്തിന്റെ കൂടെ അം എന്ന അക്ഷരത്തിന്റെ ചിഹ്നം. ഇരട്ടാം. അപ്പോ കം എന്നായി. കം വെച്ചിട്ടൊരു വാക്ക് കംസൻ. കംസൻ. അടുത്തത് ക എന്ന അക്ഷരത്തിന്റെ കൂടെ ആ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം, അതായത് ഖ. അപ്പൊ നമ്മളിന്ന് സ്വരങ്ങൾ പഠിച്ചു, സ്വരങ്ങളുടെ ചിഹ്നങ്ങളും പഠിച്ചു. ചിഹ്നങ്ങൾ വെച്ചിട്ട് എക്സാമ്പിളും നമ്മൾ നോക്കി. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.